പടച്ചോനെ, സ്വർഗത്തിൽ മാത്രം ഞാനില്ല, പക്ഷേ നരകം അനുഭവിക്കാൻ എനിക്ക് കരുത്തില്ലല്ലോ. ഈ പാപിയായി എനിക്ക് തൗബത്ത് എന്ന് സ്വീകരിക്കണം. ഇതാണ് ഏത് മഹാനും മരിക്കാൻ കാലം വരെ പറയാം. അപ്പൊ ഞാൻ രക്ഷപ്പെടുന്ന ഒരാൾക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പൊട്ടി പൊട്ടി കരഞ്ഞ മനുഷ്യനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. പൊട്ടി 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 കരഞ്ഞ മനുഷ്യൻ. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല എന്തായിരിക്കും അവസ്ഥ അറിയില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ചിരിച്ച് മരിച്ചു കിടന്നു. റബ്ബിനെ അനാഖ്ഷന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടി മുഹമ്മദ് മുസ്തഫാക്ക. ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. ഞാൻ ചരിത്രം വായിച്ചതാണ്. സ്വാലിഹായ മനുഷ്യനായിരുന്നു. അയാൾക്കൊരു വയസ്സാം കാലത്തിൽ കുട്ടിയുണ്ടായി. കുട്ടി ഉണ്ടായതിൽ പിന്നെ ഗർഭത്തിലാകട്ടെ കുട്ടിയുണ്ടായി, ഭാര്യ മരിക്കുകയും ചെയ്തു. സാലിഹായ മനുഷ്യൻ്റെ. അങ്ങനെ സാലിഹായ മനുഷ്യൻ വൃദ്ധനായിപ്പോയി. വാർദ്ധക്യത്തിൽ അയാളുടെ ഭാര്യ പ്രസവിച്ചു. അയാൾ കുട്ടീനെ ആ പ്രസവത്തിൽ ഭാര്യ മരിച്ചു. പ്രസവത്തിൽ ഭാര്യ ഇങ്ങോട്ട് നോക്ക് ഭാര്യ മരിക്കുകയും ചെയ്തു. പിന്നെ അയാൾ ഈ കുട്ടി എങ്ങനെ പോറ്റി വളർത്തും? പാല് വാങ്ങി കൊടുക്കും, വെണ്ണ കൊടുക്കും, തൈര് കൊടുക്കും. അങ്ങനെ കുട്ടി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഇയാൾ രോഗിയാണ്. ഭാര്യ മരിച്ചു ചെയ്തു. അപ്പോൾ ഇയാൾക്കൊരു ഖാദിമുണ്ടായിരുന്നു. ഇയാൾ മരണത്തോടടുത്തപ്പോൾ ഖാദിം പറഞ്ഞു, യാ സയ്യിദി, എന്റെ സയ്യിദേ മഹാനെ, കുട്ടിനെ ഇന്നേൽപ്പിച്ചാളി, ഞാൻ പോറ്റുകൊള്ളാം. അപ്പൊ അയാൾ പറഞ്ഞില്ല, അന്നേൽപ്പിക്കില്ല, നിനക്ക് പിന്നെ ബുദ്ധിമുട്ടാവും. നിനക്ക് ഇപ്പം ഏറ്റെടുക്കും. ഇപ്പൊ ഞാൻ നമ്മൾ തൊട്ടടുത്താണ്, ഞാൻ എൻ്റെ സയ്യിദാണ്, ഇതിൻ്റെ ഖാദിമാണ്. അപ്പൊ ഇപ്പൊ ഇത് ഏറ്റെടുത്താൽ എനിക്കൊരു സന്തോഷമായിരിക്കും. അതേസമയം ഞാൻ ഇവിടെ മരിച്ചാൽ ഞാൻ പോയി. പിന്നെ ആ കുട്ടി എൻ്റെ വീട്ടിലെ വേലക്കാരി ആണ്ടി വരും, അല്ലെങ്കിൽ ആട്ടുതുപ്പ് കേൾക്കേണ്ടി വരും, പിന്നെ എൻ്റെ പെണ്ണുങ്ങൾ ചീത്തേക്കേണ്ടി വരും. അതുകൊണ്ട് ഇജ്ജ് അതൊന്നും ചെയ്യണ്ട. അപ്പൊ ചോദിച്ചു, പിന്നെ നല്ലത് തുവക്കിലുഹു, പിന്നെ ആരെങ്ങൾ ഏൽപ്പിക്കണം? ഒന്നും വേണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇജ്ജ് വേഗം ചെയ്യേണ്ട എന്താ പറയുക, പിറ്റേന്ന് സുബഹിൻ്റെ മുമ്പ് എൻ്റെ കുട്ടീനെടുക്കുക, എന്നിട്ട് ഈ മാതാവ് കൊണ്ടേക്കുക, പിന്നെ ഇജ്ജ് പോയിക്കോ, ബാക്കി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എൻ്റെ കുട്ടീൻ്റെ കാര്യം പ്രശ്നമില്ല. ആര് പറഞ്ഞേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കുക. അതായത് ഈ മനുഷ്യൻ മരിക്കാനായപ്പോ ഖാദിം എന്ത് പറഞ്ഞു? മാനവർകളെ, കുട്ടീനെ ഏൽപ്പിച്ചാൽ ഈ ചെറിയ കാലിട്ട് അടിക്കണ ചെറിയ പിള്ളേണ്. ഉമ്മ മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു, പ്രസവിച്ച ഉടനെ. ഇനിയിപ്പോ ഈ കുട്ടിയെ ഈ 5-6 മാസം ഇയാളെ പോറ്റിയത്, ഇനിയിപ്പോ ഇവിടെ പോറ്റാൻ ആരുമില്ല, ഇയാൾ മരിക്കാനാവും ചെയ്തു. അപ്പൊ ഖാദിം എന്ത് പറഞ്ഞു? കുട്ടീനെ ഏൽപ്പിച്ചാളി, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു? ഇല്ല, ഇപ്പൊ എന്നോട് ഏറ്റെടുക്കും, പക്ഷെ പിന്നെ എന്റെ കുട്ടിക്കോ അത് ശല്യവും നിനക്കോ അത് ശല്യവും. പിന്നെ എന്താ ഈ കുട്ടീനെ കാട്ടുന്നത് സയ്യിദേ? അപ്പൊ പറഞ്ഞു, അതിനൊന്നും ബേജാറണ്ട, ഞാൻ മരിച്ചതിന്റെ പിറ്റേന്ന് വെളുപ്പാൻ കാലത്ത്, രാത്രി നേരം വെളുക്കാൻ കാലത്ത് ഈ കുട്ടീനെ എടുത്തുകൊണ്ടിട്ട് എവിടെ വെച്ചാൽ മതി? മത്താഫിൽ വെച്ചാണ്, കായബാല്യത്തിന്റെ മുറ്റത്ത് മത്താഫിൽ വെച്ച് പോയിക്കോ, അതിനൊന്നും പറ്റൂല. ആകെ പ്രശ്നമില്ല, ഒന്നും വിഷയമില്ല. ഇയാൾ മരിച്ചു. ഇയാൾ മരിച്ച അന്ന് രാത്രി വെളുപ്പാൻ കാലത്ത്, പിറ്റേന്ന് വെളുപ്പാൻ കാലത്ത് ഇയാൾ ഈ കുട്ടിനെയും എടുത്ത് നേരെ മത്താഫിലേക്ക് പോയി. നേരം വെളുത്തിട്ടില്ല, തഹജ്ജുദിന്റെ നേരം കൊണ്ടുവച്ച്. ഇന്നത്തെ പോലെ ഒന്നും അല്ല, അന്നാരും മത്താഫിലൊന്നും ഉണ്ടാവില്ല. ഇന്നപ്പോലെ ആവുമ്പോൾ ഒരാളുണ്ടാവുമല്ലോ, ഒരു മനുഷ്യല്ല മത്താഫിൽ കൊണ്ടുവച്ച്. ഇയാൾ എന്ത് ചെയ്തു? പിന്നെ മസ്ജിദുൽ ഹറാമിന്റെ തൂണിന് മറിഞ്ഞ് ഇയാൾ കുത്തിരുന്നു. എന്താണോ എന്ന് കാണാലോ. അപ്പോൾ മക്ക ഭരണാധികാരിയുടെ ഭാര്യയാണ് തഹജ്ജുദിന്റെ നേരത്തെ തവാഫിന് വന്നത്. അന്ന് ആദ്യം തവാഫിന് വന്നത് മക്ക ഭരണാധികാരിയുടെ ഭാര്യ രാജ്ഞ വന്ന്, ആദ്യം രാജാവിൻ്റെ ഭാര്യ വന്ന്. അത് തവാഫ് തുടങ്ങിയപ്പോൾ മത്താഫിലൊരു കുട്ടി. അപ്പൊ വേഗം ഇവർ ഈ കുട്ടിനെ വന്ന് നോക്കിയപ്പോൾ നല്ല ചൊറുക്കുള്ള ഒരു കുട്ടി, കല്ലത്ത് അതിങ്ങനെ പ്രസരിക്കുക. അപ്പൊ ഖാദിമാത്തിനോട് ഇവർ പറഞ്ഞു, അതിനെ അമ്മക്ക് പോറ്റ, നിങ്ങൾ വേഗം എടുക്കി. മനസ്സിലായില്ലേ? തൊഴിൽമാരെ ഏൽപ്പിച്ചു. രാജ്ഞ വന്നത് അന്ന് നേരം വിട്ട ആളുകൾ വരുന്നതിന് മുമ്പ് തവാഫ് ചെയ്യാൻ വേണ്ടി ആദ്യം വന്നത് ആരാ? രാജ്ഞ. വേഗം കൊടുത്ത് ഖാദിമാത്തുകളായി അതിന് അമ്മക്ക് എടുക്കാം. അൽഹംദുലില്ലാഹ് ഒരു കുട്ടീനെ കിട്ടിയല്ലോ.
പിന്നെ ഈ സാധുവായ ഫഖീറായ മനുഷ്യന്റെ മകളെ പോറ്റിയത് രാജ്ഞിയാണ്. രാജ്ഞിയുടെ വളർത്തുമോളായി വളർന്നു. ഫലമാക്കപ്പുറത്ത് ഈ പെൺകുട്ടി വലുതായപ്പോൾ മന്ത്രിയുടെ മകനെ കെട്ടിച്ചു കൊടുത്തു. അപ്പൊ പിന്നെ മന്ത്രിയുടെ ബംഗ്ലാവിലാണ് ഈ കുട്ടി വളർന്നത്. ആര് കണ്ടു? മറ്റേ നോക്കുക എന്താ നടക്കണത് ഓൽക്ക് എസ്പി റബ്ബി മതി. ഇത് പാമ്പിന്റെ വളയല്ല. പാമ്പിന്റെ വളയാണെങ്കിൽ എന്താ പറയാ? പാമ്പിന്റെ വളയായിരുന്നു ഇവിടെ എസ്പി റബ്ബി എങ്കിൽ എന്താണ് ഈ സാലി പറയാ? അൽഹംദുലില്ലാ കുഞ്ഞുമേ ഇജിപ്പനോട് പറഞ്ഞ ഉപകാരം ഞാൻ മാർക്കൂല. ഓ എന്റെ കുട്ടീനെ ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. ഇവനെ ഏൽപ്പിക്കണം. ഓ ഞാൻ എങ്ങനെയാടാ എന്നോടത് പറയാന്ന് വിചാരിച്ചു. അല്ലാ പഠിച്ചോനെ കുഞ്ഞുമേ ഞാൻ അത് മറക്കൂല. എന്നിട്ട് പിന്നെ കുഞ്ഞുമേന്റെ പതിരെ വെള്ളം മുക്കണ പണിയെടുക്കണം. ഈ സാധുക്കുട്ടി രാജാതിരാജനെ ഏൽപ്പിച്ചപ്പോൾ രാജാക്കന്മാരെ വരിൽ വളർത്തി. എന്നിട്ട് രാജാതിരാജനെ പറ്റി അന്തം വേണം. സത്യല്ലേ? ഇത് വർത്തനം പറയേണ്ട ആവശ്യമില്ല. 4444 ചെല്ലി. പിന്നീട് 4044 ചെല്ലി. പിന്നെ വേറൊരു 4444. അപ്പൊ വേറൊരാൾ പറഞ്ഞു വേറൊരു സ്വലാത്തിൻ്റെ 3333 ഭയങ്കരാണ്. ചെല്ലുമ്പോഴത്തേന് അങ്ങോട്ട് പോന്തി പോകും. ഓ അപ്പൊ ഇങ്ങനെ പൊന്തിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന എൻ്റെ മനസ്സിൽ അതിൽ 2 ആളെ പേരാ സ്വലാത്തിലുള്ളത്. ഒന്ന് അള്ളാന്റെ പേരും ഒന്ന് മുത്തുനബിന്റെ പേരും. അവരെ പറ്റി നീ ഈ 3300-ലും 4300-ലും ആലോചിച്ചിട്ടല്ല. നിനക്ക് സൂപ്പർ മാർക്കറ്റാണ്. ഇങ്ങനെ എന്നാവും. ഇതാണ് വിഷയം. കൂടുതൽ വർത്താൻ പറയേണ്ട ആവശ്യമില്ല. ഇത് തന്നെ കൽപ്പിൻ്റെ ഉള്ളിൽ അള്ളണ്ടെങ്കിൽ ഒന്നും വേണ്ട. ആ തൃപ്പഞ്ചി ആ കേശേരി ആ പീടിയന് മേലെ ആ മനുഷ്യൻ മനോത്തിരിക്കും ഇല്ലേ? മനസ്സിലായില്ല? ആ മനുഷ്യൻ്റെ 2009 മരിച്ചു. ആ കീശേരി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ആ മനുഷ്യൻ കയറി. നിങ്ങളൊക്കെ വിഗ്രഹിലും ആ മനുഷ്യനോ ദിക്റില്ല, തസ്ബീഹില്ല, ദിക്ർ ചെല്ലാത്തും വലിയ ഇച്ച് നാടൻ. 5000 ദിക്ർ ദിവസം ചെല്ലണം. അന്തല്ലാത്ത നാടൻ. ആ മനുഷ്യനോ ഔലിയ പാപ്പ ഔലിയ വലിയ തന്നെ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിം വലിയല്ലാന്ന് വിശ്വസിച്ച ഒരാൾ ഇന്ത്യ ക്ലാസ്സിന് വരരുത്. അള്ളാഹ് വലിയാണ്. അല്ലാത്തൊരു ഇന്ത്യ ക്ലാസ്സിന് വരരുത്. ഇന്ത്യ ക്ലാസ്സിന് വരാൻ പാടില്ല. തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിൻ്റെ വലിയ അല്ല എന്നാർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ അവർ എൻ്റെ ക്ലാസ്സിന് വരരുത്. അവരത്രയും വലിയ മഹാനാണ്. അള്ളാഹു അവരെ തർജ്ജറ്റി കൊടുക്കട്ടെ. അവരെ കൽബിൽ ആരുണ്ടായിരുന്നു? അള്ളാഹു. പിന്നെന്തത്തിനടത്ത് അതല്ലാത്തൊരു നേരമുണ്ടോ മനുഷ്യന്? ആ മനുഷ്യന് അള്ളാഹുവിനെ തൊട്ട് വിട്ടു പിരിയുന്നൊരു സമയം ഇല്ല. സത്യല്ലേ? അതല്ലേ ദീൻ? അതാണ് അതിനാണ് ആൺകുട്ടി എന്നറിയാം. ആൺകുട്ടി എന്നറിയാം. അവർ നോക്കി അവരൊരു വസ്തുവെ നന്നായി നോക്കുകയിൽ എന്നൊരു കാര്യമുണ്ടല്ലോ. അവൻ നോക്കിയാൽ മതി. അത് അങ്ങനെ തന്നെയാവും. അവൻ നോക്കിയാൽ മതിയാവും. അവരെന്തിനാണ് നോക്കിയത്? അത് അവർ ദേശമാരുണ്ടാവും. അവർക്കൊരു വിഷയമല്ല. അവർക്ക് അവരെ കൊണ്ട് സുബഹിസ്കരിച്ചു. എന്തേ? അവർക്ക് നൂറിയില്ല. അവർക്ക് ഉറക്കല്ല. നമുക്കിപ്പോൾ ഇന്നൊരു ദിവസം ഉറക്കം വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം ഉറങ്ങണം. നമ്മളെന്താ പറയുക? ഇന്നലെ കുറച്ച് ഉറക്കം ഒഴിവാക്കി ബയ്യ. ക്ലാസ്സിനൊക്കെ വന്നാൽ അറുത്ത കോഴിക്കളെ ഇരിക്കുന്ന മാതിരി ഓരോരുത്തർ. പിന്നെ പറയാനും പറ്റിയല്ലോ. ഞാൻ രാത്രിയൊക്കെ തഹജ്ജുദ് നിസ്കരിച്ചവരല്ലേ. മറ്റോ നൽവേറും ചെങ്ങാതിന്റെ കൂടെ കളിച്ചവരാണ്. അവർക്ക് എന്ത് ഉറക്കാണ്? അവർക്ക് ഉറക്കിന് എന്ത് ക്ഷീണയാണ്?
എന്താ ചങ്ങായിയോടൊപ്പം കളിച്ചു. ഭാര്യയോട് കൂടെ ആദ്യത്തെ രാത്രി ഒരാൾ കിടന്നുറങ്ങാതെ ഉറങ്ങി വർത്താനം പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഒന്നാമത്തെ രാത്രി, രണ്ടാമത്തെ രാത്രി ആയപ്പോഴോ ലീവ് എടുത്ത് പിന്നെ ഇനി ഇന്ന് വരാൻ കഴിയൂല, ഞാൻ 8 ദിവസം കഴിഞ്ഞിട്ട് വരാം, ഓർമ്മണം. അങ്ങനെ പറയോ? മനസ്സിലായില്ല. ഒരുത്തൻ തന്റെ ഇഷ്ടപാചനമായ പ്രേമപാചനമായ ഭാര്യയോടുകൂടെ ഒരു രാത്രി, ആദ്യത്തെ രാത്രി വർത്താനം പറഞ്ഞ് കളിച്ചും ചിരിച്ചും നേരം വെളുക്കുന്നവരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിറ്റേന്ന് നേരം വെളുത്തവൻ പറയോ, എന്ത് ഇന്നലത്തെ ആ കുതിരവിടലുകൊണ്ട് ഞാൻ പറ്റ ക്ഷീണിച്ചു, ഞാൻ നമുക്ക് അടുത്ത കൊല്ലം കാണാം എന്ന് പറയും. ഇഷ്ടപ്പെട്ട ആളോട് കൂടി കളിച്ചാൽ എന്ത് ക്ഷീണമുള്ളത്? നമുക്ക് ഒരു തഹജ്ജുദ് ഉണ്ടായാൽ പിറ്റേന്ന് 4 ദിവസം ഉറങ്ങണം. എന്തുകൊണ്ട്? നമ്മളെ കൽപ്പിലാരില്ല, അള്ള ചങ്ങായിയല്ല. അള്ള ചങ്ങായി ആയി കഴിഞ്ഞാൽ ചങ്ങായി രാത്രി ആകാനോ നോക്കുക, ഓ ഇന്നും കൂടാലോ. ഭാര്യയുമായി സന്തോഷത്തിലിരിക്കുമ്പോൾ കല്യാണം കഴിച്ച ഒരുത്തൻ രാത്രിയാകാനാണ് ആഗ്രഹം. രാത്രിയായ കൂടാലോ. എല്ലാവരും പോയി വിട്ടുപിരിഞ്ഞു. ഇനിയിപ്പോ ഒറ്റ കയ്യിലേ ചങ്ങായിനിച്ച് ഇനി ഒരാളുമില്ല, ഒരു മമ്മതുമില്ല, ഒരു പോത്തനുമില്ല, ഒന്നുമില്ല, ഒക്കെ പോയില്ലേ. അപ്പൊ ചങ്ങായിനിച്ച് വർത്താനം പറയാം. ചിന്തിക്കാൻ അങ്ങനെ മനുഷ്യന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടിട്ടാ. അള്ളാൻ ചങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഒരു അള്ളാനോട് ചങ്ങന്മാരോട് വർത്താനം പറയും, നിങ്ങൾ അയക്കെത്തിച്ച വാക്കല്ല പറയാം. അള്ളാനെ അറിഞ്ഞവൻ അള്ളാൻ ചങ്ങാനോട് വർത്താനം പറയാം. ഒരാൾ പറഞ്ഞു അള്ളാനോട് പറഞ്ഞു, ഞാൻ നേതാവാണ്, നീ അടിമയാണ്. നബിയിൽ മുസ്തഫ നബിയാണ് തിരിച്ച് പറഞ്ഞു എന്തു പറഞ്ഞു? അന്താബിദി ഇജാണ് എൻ്റെ അടിമ, അനസൈദുക്ക് ഞാൻ നേതാവാണ്. അങ്ങനെയും പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി വഴിയെടുത്ത് തച്ചോ? മനസ്സിലായില്ല. വഴി തച്ചോ? നമ്മളാണെങ്കിൽ ഓന അന്നാമായിൽ നിന്ന് പുറത്താക്കിയ 12 തിരിച്ചെടുക്കില്ല. അള്ളാൻ അടിമാക്കിയ അപ്പൊ ആരടാ എന്താണ് വിചാരിച്ച്? അപ്പൊ കീക്കാളി മേക്കാളി കൊടുത്ത്, മേക്കാളി ലോകകാളി കൊടുത്ത്, ഓലെ എല്ലാവരും കൂടിയിട്ട് പിറ്റേന്ന് മുഷാവറ കൂടി ഓനെ പറ്റി എന്താണ് നമ്മൾ പറയേണ്ടത്? ഓനെ നമുക്ക് പുറത്താക്കുക. നമ്മൾ IPC 362 OP ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് ഓനെ കൊല്ലാണ് വേണ്ട, കൊല്ലാൻ കഴിയും. പിന്നെ ഓനെ നമുക്ക് പുറത്താക്കുക. ഇനി ഓൻ്റെ പരിസംഖ്യ സ്വീകരിക്കണ്ട. എന്തും പറഞ്ഞേ മനസ്സിലായില്ല. അപ്പോ കേക്കാളി മേക്കാളിനോട് മേക്കാളി കീപ്പാളിനോട് മൂക്ക് കൂടി വിരലിട്ട് എന്തപ്പം പറഞ്ഞ് അടിമയോ ഞാൻ ഉടമയോ മറ്റേ അരഫുറാണ്, മറ്റേ മുക്കാഫുറാണ്. മനസ്സിലായില്ല. മുത്തനബിയോ പറയാം. മുത്തനബി സിദ്ദീഖുലൊക്കെ പറയും, ഉമർ ഭർത്താവിനെ കൂടിയാണ് പെട്ടെന്ന് മുഷാവർ കൂടി അവൻ പുറത്താക്കിയോ? നബിയാണ് ചിരിച്ച്. നബിയാണ് ചിരിച്ച്, പെരിഞ്ചിരി. മനസ്സിലായില്ല. എന്ത് അള്ളാന്റെ ചങ്ങായി എന്തും പറയും, അവന്റെ വാക്ക് പേക്കും. ഒരു സൂഫി റബ്ബിനോടുള്ള സംഭാഷണത്തിനിടയിൽ പറഞ്ഞു, ഞാനാണ് ഭാഗ്യക്കാരൻ. ഇശല്ല പഠിച്ചോണേ, ഇജു ഞാൻ നോക്കിയാൽ ഭാഗ്യക്കാരൻ ഞാനാണ്. പഠിച്ചോനെ, ഇജു ഞാൻ നോക്കിയാൽ ഭാഗ്യക്കാരൻ ഞാനല്ലേ? എന്തുകൊണ്ട്? എനിക്കിശുണ്ട്, നിനക്ക് എന്തിനും കഴിയും. അങ്ങനത്തെ ഒരാൾ എനിക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ ഭാഗ്യക്കാരനല്ലേ? നിനക്ക് ആരാളുള്ളത്? എന്നെ പോലത്തെ ഒന്നിനും പറ്റാത്തൊരു. മനസ്സിലായില്ല. പറഞ്ഞപ്പോ പഠിച്ചോനെ ചീത്തറന്ന് തോന്നും. അതാണല്ലോ വാക്കും. മനസ്സിലായില്ല. ഒരു സൂഫി അള്ളാഹിനോട് വർത്താനം പറഞ്ഞ് എന്തു പറഞ്ഞു? എന്ത് പറയുകയാണെങ്കിലും ഭാഗ്യക്കാരൻ ഞാനാ. ഭാഗ്യക്കാരൻ ഞാനാ. എന്തുകൊണ്ട്? എനിക്കില്ലേ? എന്തിനും പറ്റിയ ഇല്ലേ? എന്തിനും പോന്ന നീ ഇല്ലേ? നിനക്കായുള്ളത് എന്നെ പോലത്തെ കുറച്ച് ഇരുകാലികള്, ഒരു കാര്യത്തിനും പറ്റാത്തൊരു എന്നെ പോലത്തെ 2 വീട്ടിൽ എന്താ കാര്യം? പറഞ്ഞ മനസ്സിലായോ? ഭാര്യ ഭർത്താവും സംസാരിച്ചപ്പോൾ ഭർത്താവ് എന്ത് പറഞ്ഞു? ഞാൻ ഭാഗ്യക്കാരനാ, എന്നെ പോലത്തെ പെണ്ണുങ്ങളെ കിട്ടി, എന്നെ ആർക്കായി പറ്റൂല.
എന്നാലും എന്നെ കിട്ടിയല്ലോ. അപ്പോൾ എന്താ പറയാ, അങ്ങനെ പറയക്കാക്കി ഞാൻ ആ വാക്യ കരുതി തിരിച്ചു പറഞ്ഞെങ്കിലോ തിരിച്ച് നിനക്ക് ഭാഗ്യം കിട്ടിയെന്നല്ലാതെ എനിക്കെന്ത് ഭാഗ്യം കിട്ടി? അന്നെപ്പോലത്തെ ഒരു കൊന്തറമ്പന്തിൽ കൊല്ലത്തിനല്ലേ ഞാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എന്ത് ബന്ധമാണ്? ഭാഗ്യക്കാരൻ മറ്റൊരു കൊണ്ട് ഭാഗ്യം ഉള്ളവനാവുക. അല്ലാഹുവേ, നീയും ഞാനും നോക്കിയാൽ ഞാൻ ഭാഗ്യക്കാരനല്ലേ? വലിയ ഭാഗ്യക്കാരനല്ലേ? എന്തേ? എനിക്ക് നീയില്ലേ? അത് അടിമക്കാരറിയും, ഉടമേ അറിയും. എന്നെങ്കിലും ഗൾഫിൽ പോയ മാസത്തിൽ 500, മാസത്തിൽ ദിവസത്തിൽ 1,00,000 ദിനാർ വരുമാനമുള്ള, ദിർഹം വരുമാനമുള്ള നമ്മളെ അവറാൻകുട്ടിൻ്റെ മകൻ ഫൈസലിന് എന്നെ ചങ്ങായാക്കിയിട്ട് അങ്ങനെ കഴിഞ്ഞ് ഓൻ ചങ്ങായാക്കി ഓൻ്റെ കാറിൽ എന്നെ ഒപ്പം കൊണ്ടിറക്കാൻ തുടങ്ങിയ എന്താ പറയുക? അൽഹംദുലില്ലാഹ്, ഞാനിതിന് ഈ കാറിലേക്ക് കുത്തിരിക്കാൻ എത്ര കൊതിച്ചവനാണ്. എന്തുകൊണ്ട്? മോൻ്റെ വലുപ്പത്തിൽ നിനക്കറിയും. അതേ സമയത്ത് അള്ളാഹിനോട് ഒരിക്കലും അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ വലുപ്പത്തിൽ നമുക്ക് അറിയില്ല. നമുക്ക് ഫൈസലിൻ്റെ വലുപ്പത്തിൽ അറിയും, നാട്ടിലെ മൊലന്മാരെ മൊത്തം വലുപ്പത്തിൽ അറിയും, എല്ലാ നേതാക്കന്മാരെ വലുപ്പത്തിൽ അറിയും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ വലുപ്പത്തിൽ അറിയും. ആരെ വലുപ്പത്തിൽ അറിയില്ല? അള്ളാഹിൻ്റെ വലുപ്പത്തിൽ അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് പറയും? സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. എനിക്കറിയില്ല എന്താ പരിശുദ്ധനൊന്നും അറിയില്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ അടിമയാകണം, അള്ളാഹിൻ്റെ ചങ്ങായിയാവണം, അള്ളാഹുവിൻ്റെ അങ്ങനെ. റബ്ബിനെ മനസ്സിലാക്കിയാൽ, മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കിയാൽ, അള്ളാഹുവിനെ നീ കൂട്ടുകാരനാക്കും. മറ്റു ഭാഗങ്ങളിലേക്ക് ജനങ്ങൾ നീ ഒഴിവാക്കും. ജനങ്ങൾ ഒഴിവാക്കിയിട്ട് അള്ളാഹിനെ ഒപ്പം തിരിക്കും. അള്ളാഹിനെ തിരിയാത്ത കാലത്തോളം നീ ആരൊപ്പം ഇരിക്കും? പറേ, ജനങ്ങളെ കൂടെ ഇരിക്കും. അള്ളാഹുവിനെ മനസ്സിലാക്കിയാലോ ആരെ കൂടെ ഇരിക്കും? പിന്നെ ജനങ്ങൾ വിഷയമല്ല, ഒരു ആവശ്യത്തിന് വന്ന് കൊടുത്തു വിട്ടു. അള്ളാഹിനെ ഇരിക്കും. കാരണം വലിയ ആളാണ് ഇപ്പൊ ചങ്ങായി കിട്ടി. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ എന്ന് സദാസമയവും അള്ളാഹുവിന്റെ കൂട്ടുബന്ധവും അള്ളാഹിനോട് സംസാരിക്കലും നിനക്ക് എല്ലാ സമയവും അത് നിനക്ക് നടന്നിട്ടില്ലെങ്കിൽ, അതായത് അള്ളാഹിന്റെ കൂടെ ചങ്ങാതിയാക്കിയിരുത്താൻ സദാസമയവും നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? فإياك أن تخلي ليلك ونهارك عن وقت تخلو فيه لمولاك وتتلذذ معه بمناجاتك له. ഒരു സമയെങ്കിലും ദിവസം തിരഞ്ഞെടുക്കണം. എല്ലാവരും ഒഴിവാക്കി അള്ളാഹിന്റെ ആളാകാൻ. കാര്യത്തിലേക്ക് കിടക്കട്ടോ, നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? സദാസമയം അള്ളാഹുവിന്റെ കൂട്ടുബന്ധത്തിലിരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് തൃപ്പൻ ചെമൂലി ആണ്ടി വരും. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ തിരഞ്ഞെടുക്കുക ഒരു ദിവസം. ആ ഒരു മണിക്കൂർ നീ അള്ളാഹിനൊപ്പം ഇരിക്കുക. മിണ്ടാണെങ്കിൽ മിണ്ടിയാൽ നിനക്ക് സുബ്ഹാൻ ദിക്ർ ചെല്ലിയാൽ അള്ളാഹിൻ്റെ ദിക്ർ ഓർമ്മ കിട്ടൂലെങ്കിൽ ദിക്ർ ചെല്ലണ്ട, ഫിക്റാക്കുക. ആരെ മാത്രം പറയാം? മനുഷ്യ 24 മണിക്കൂർ അതാ എനിക്ക് ഹിദായത്ത് വേണോ എന്നാ ഒരു മണിക്കൂറെങ്കിലും ദിവസം ആരെ കൂടെ ഇരിക്ക്. അപ്പൊ അള്ളാഹിന്റെ ചങ്ങായി. ഫുൾ ടൈം ഇല്ല, ഫുൾ ടൈം നിനക്ക് കഴിയില്ല എന്നാ ഒരു മണിക്കൂറെങ്കിലും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഇരുന്നൂടെ? പറയും മനുഷ്യന്മാർ ഇരുന്നൂടെ? ദിക്ർ ചെല്ലുകയാണെങ്കിൽ ചെല്ലിക്കോ. ചിലപ്പോൾ ആദ്യ കാലത്ത് എനിക്ക് ദിക്റെല്ലാം കഴിയില്ല. ദിക്ർ ചെല്ലിയാൽ ദിക്റിലാവും ശ്രദ്ധ. അപ്പൊ എന്താ വേണ്ട? ദിക്റല്ല, അള്ളാഹിന്റെ വലുപ്പത്തിൽ ആലോചിച്ചിരിക്കുക. അള്ളാഹു എനിക്ക് ഇത് നിഅമത്ത് ആലോചിച്ചിരിക്കുക, അവൻ്റെ വലുപ്പത്തിൽ ആലോചിച്ചിരിക്കുക. അള്ളാഹിന്റെ വലുപ്പത്തിലും അള്ളാഹുവിന്റെ വലുപ്പത്തിലും ദിക്റിലാണ് ചെല്ലിക്കോ. ചെല്ലല്ലെങ്കിൽ ചെല്ലണ്ട. ദിക്റുണ്ട്, ഫിക്റുണ്ട്. ഫിക്ർ പറഞ്ഞ ചിന്ത. ആരിൽ മനസ്സിലായി? ആരിൽ ചിന്തിക്കുക? ഞാൻ അള്ളാഹ്ക്കെതിരെ ചെയ്തത് നെടുക്കാരിയ അർശിന്റെ തണൽ കിട്ടുന്ന 7ാമത്തെ ആളാരാ? അർശിന്റെ തണൽ അള്ളാഹിനോർത്ത് കരഞ്ഞോന് അതിൽ കള്ളുകൂടി വരുമ്പോഴും കരയാൻ കാരണമില്ല. ചിലര് കള്ളുടിക്കാതെ കരയും, ചിലർക്ക് കള്ളു കുടിച്ച് കരയേണ്ടി വരും.
അത് പണ്ട് കള്ളു കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ അത് ഓർത്തുപോയി, ഞാൻ എൻ്റെ റബ്ബിന് എതിർ ചെയ്തല്ലോ, അപ്പോഴത്തേനും കാര്യം. അപ്പൊ ഒരു കാലത്തെ കള്ളുടി ഇപ്പൊ റബ്ബിനെ തിരിയാൻ കാരണമായി. നമ്മ ഈ പാമ്പിനെ വളയും കൊണ്ട് നടക്കാൻ തുടങ്ങി 10-40 കൊല്ലായി. എന്നാ കള്ളുമില്ല, പെണ്ണുമില്ല, ഒന്നുമില്ല, നന്നായിട്ടില്ല. ആദ്യകാലത്ത് കള്ളുടിച്ച പിന്നെ സോറിയായി മാറി. ഇപ്പൊ എൻ്റെ ചിന്തയില്ല അല്ലാതൊന്നുമില്ല, കള്ളുടിക്കാൻ വേണ്ടി പറയല്ല. നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ അല്ലേ എന്ന് ആദ്യം പറയും. അരശിൻ്റെ തണലിട്ട് ആദ്യം 7ാമത്തെ ആളെ കള്ളുടിക്കാൻ വേണ്ടി പറയല്ല കേട്ടാ. കള്ളുടിയനും നന്നായി, ഇജി ഞാൻ നന്നായോ? കള്ളുടിയൻ നന്നായി, കുറെ ആൾ കള്ളുടിച്ചു, പിന്നെ അള്ളാഹുവിലേക്ക് മടങ്ങി, പിന്നെ കരിയും. എന്തിന്? പഠിച്ചോനെ എൻ്റെ ആയുസ് കുറേ ഞാൻ ആരും കാണാതെ നട്ടപ്പാതിരക്ക് എണീക്കും. എന്നിട്ട് പറയും, റബ്ബേ എൻ്റെ ആയുസിൽ കുറേ കാലം ഞാൻ കള്ളുടിച്ചു, മാപ്പാക്കണം, മാപ്പാക്കണം. മനസ്സിലായോ? അതേ സമയത്ത് നമ്മൾ ഓനെ പറ്റി ഗീബത്ത് പറയും. എന്താ പറയുക? നമ്മൾ ഈ പാമ്പിൻ്റെ വളയും കൊണ്ട് 40 കൊല്ലം നടക്കണേ. നമ്മളെന്താ പറയുക? മൂക്ക് ഒത്തൂലേന്, മൂക്ക് പൊത്താതെ അടുത്തേക്ക് വരാൻ പറ്റൂലേന് വേണ്ടിയൊക്കെ എടുത്ത്. ഇപ്പൊക്കെ ഇങ്ങടെ അവസാനം ചാകാനായപ്പോൾ കയറി വന്നിക്കണം. പള്ളിക്കൽ വാക്കോ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല. ഇതൊക്കെ നല്ല കാര്യം വന്നല്ലേ കാര്യം, അതൊക്കെ ആരെയും നമുക്കറിയാം. അതൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. ഔദും 2 പാട്ട കുറവുണ്ട്. 2 പാട്ടിടണമെന്ന് പള്ളിൻ്റെ പ്രസിഡന്റിനോട് പണ്ട് കള്ളൂർച്ച ഇടണമെന്നോ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് എന്താ പറയുക? എനിക്കിപ്പം ഔദിലിപ്പോൾ 2 പാട്ട കുറവുണ്ട് എന്നുള്ളൊരുത്തർ എത്തിയാലോ അതും അൽഹംദുലില്ല. അതൊക്കെ ഇവിടെ കമ്മിറ്റി തീരുമാനിച്ചോളൂ. ഇതൊക്കെ വന്നാലും വന്നിട്ടല്ലേ ഉള്ളൂ. എനിക്ക് പാട്ട മതിയാവില്ല, എനിക്ക് ഔദ് മതിയാവില്ല. ബനാര റബ്ബിൻ്റെ മൊക്കറബ, ബൻ റബ്ബ് ഇന്നലെയും കരഞ്ഞിട്ടുണ്ട്. ആരെയൊക്കെ നോക്കിയിട്ട് പറ ചങ്ങായി. ഇന്നലെ റബ്ബിലേക്ക് ഒറ്റയ്ക്കിരുന്ന് റബ്ബിൻ്റെലേക്ക് ഇരുന്നാൽ റബ്ബിലേക്ക് ഇവൻ ഇരുന്നാൽ റബ്ബ് ഇവനിലേക്ക് ഇരിക്കൂലോ. ഈ പള്ളി പ്രസിഡന്റിന്റെ ഒപ്പം എന്തെങ്കിലും റബ്ബിനെ കിട്ടുന്ന പാമ്പിന്റെ വളയും കൊണ്ട് വെക്കണ്ടേ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇവനെ നമ്മൾ മോശക്കാരനാക്കും. പിന്നെന്തായി? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഒരു വെള്ളിയാഴ്ച അവനോ മരിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? ഏതായാലും നമ്മൾ വിചാരിച്ച മാതിരൊന്നല്ല. എന്നെയൊക്കെ അവസാനം എന്താവും നമ്മൾ വിചാരിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ഏതായാലും മരിച്ചു കിട്ടി. അറ്റം ഒരു വെള്ളിയാഴ്ച മരിച്ച് പള്ളി കുറച്ച് ആളുണ്ട്. അങ്ങനെയാണ് മറവി. ഓനല്ലാതെ എന്നെ മറവി വെള്ളിയാഴ്ച. ഇവൻ അള്ളാന്റെ മുഖറബാണ്. ഒരിക്കലും കള്ളുടിച്ചിട്ടുണ്ട്. പിന്നെ അവൻ കരഞ്ഞിട്ടുണ്ട്. ആരെ നോക്കി? പറയുന്ന ആരെ നോക്കി? അള്ളാഹ് നോക്കി. അള്ളാഹനെ ഓർക്കാൻ വേണ്ടി രാത്രി ഇരിക്കും. ഒരു രാത്രി 1 മണിക്കൂർ എന്നിട്ട് കാര്യം. അള്ളാ ചിലപ്പോൾ ഒന്നും പറയില്ല. എപ്പോൾ ഒരല്ലാന്നറിയും, ചിലപ്പോൾ ഒരല്ലാന്നറിയും. ഒരല്ലാന്ന് അല്ലാ മതിയോ? ചിന്ത മുഴുവൻ ആരില്ലായിരിക്കും. അവൻ അള്ളാന്റെ മുഖറബാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മൾ ഒരിക്കൽ പോലും അള്ളാഹിനെ പറ്റി ചിന്തിച്ചിടാനില്ല. അതാണ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ നന്നാവണം? അവസാനം മരുന്ന് പറഞ്ഞല്ലോ, മരുന്ന് പറഞ്ഞു നീ നിർത്തുകയാണ്. എന്താ നന്നാവാൻ വേണ്ടി? 1 മണിക്കൂറെങ്കിലും അള്ളാഹുപ്പണ്ടിരിക്കുക. എന്നെ ഓർക്കുന്നവരെ കൂടെ ഞാനിരിക്കും. അപ്പോൾ ഒരു ചിന്തയും വേണ്ട, അവർ മാത്രം. എന്താണ് അള്ളാഹിന്റെ നിഅമത്ത്? അള്ളാഹിനോട് ചിലപ്പോൾ ഒട്ടൊക്കെ പറയാം, പടച്ചോനെ ചിന്നെ സഹായിച്ചിട്ടുണ്ട്, ചിന്നെ മാനം കെടുത്തിട്ടില്ല. എനിക്കറിയാം ഞാൻ മാനം കണ്ട ആളാണ്, പക്ഷെ മാനം കെടുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ 2 കള്ളോട് ചേർന്നിട്ടുള്ളൂ. ഞാൻ ചെയ്ത് കൂട്ടിയ മനുഷ്യന്മാരറിയാണെങ്കിൽ നാടിച്ചാട്ടും. എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കരിഞ്ഞ് നമുക്ക് ഉപകാരം ചെയ്ത ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പിന്നെയും കടം ചോദിക്കാൻ ചെല്ലുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയില്ലല്ലോ. എന്താ ചെയ്യുക? അവൻ്റെ പേരിൻ്റെ പോയി കാര്യം എൻ്റെ കാര്യം എൻ്റെ പറ്റി പറയാൻ വയ്യ. എന്തുകൊണ്ട് വാങ്ങിയ കൊടുത്തിട്ടില്ല? പിന്നെ ഈ കണ്ണുനീരാണ്. അപ്പോൾ മറ്റോ അന്വേഷിക്കും, എന്തെങ്കിലും ഒരു പ്രശ്നം അത് നടത്തി കൊടുക്കും. അപ്പോൾ തോൾ പിടിച്ചുകൊണ്ടുവരും. നിങ്ങൾ എന്നോട് കരയരുത്, എൻ്റെ മുതൽ നിങ്ങൾ തന്നെയാണ്. പറയാൻ വരെ വയ്യ. കാരണം എന്തുകൊണ്ട്? ഇതുവരെ വാങ്ങിയത് തന്നെയല്ലേ റബ്ബ്. നമ്മൾ വാങ്ങിയത് എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബിന്. നമ്മൾ
ആരെ വാതിൽക്കല കരയുണ്ട്? പറയാ കുട്ടിയെ, അള്ളാന്റെ വാതിൽക്കലല്ലേ. അള്ളാഹ് തന്നെ എന്തെങ്കിലും നമ്മൾ ഒരു പ്രത്യേക തിരിച്ചെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ നിസ്കാരം അല്ലാതെ ഈ നിസ്കാരം ഉള്ളു പള്ളല്ലേ. മനസ്സിലായില്ലേ? ഒരു മണിക്കൂർ ദിവസം കാണുക, ഒന്നാം ഭാഗം ഒരു ദിവസം 1 മണിക്കൂർ. അതിന് എൻ്റെ സൗകര്യത്തിൽ 1/2 മണിക്കൂറാക്കിക്കോ, 3/4 മണിക്കൂറാക്കിക്കോ, 1/2 മണിക്കൂറെങ്കിലും ആക്കിക്കോ. അതിനൊഴിഞ്ഞിരുന്നു കരയാനായിട്ട്. അപ്പൊ എവിടെത്തും? അർശിന്റെ തണലെത്തും. അത് ആരോട്ടോട്ട് പറയും വേണ്ട. കരഞ്ഞു. ഭർത്താവിന്റെ ആവശ്യം നിർവഹിച്ചു. പിന്നെ ഭാര്യ എന്ത് ശുദ്ധീകരിച്ചു. പിന്നെ കട്ടിന്റെ അടിയിൽ തന്നെ പായിട്ടിരുന്നു. പിന്നെ കരച്ചിൽ തുടങ്ങി. മൂപ്പരുറങ്ങി. ഇവിടെ ഉറങ്ങിയില്ല. ഇയാൾ 4:30 മണിയായാൽ എണീക്കും. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു? 4 മണി 4:10 അടുത്തു പോയി കിടന്നു, പറ്റിപ്പിടിച്ചു. അപ്പൊ മൂപ്പരുറങ്ങിയപ്പോഴും അവൾ അവിടെ ഉണ്ട്, എണീച്ചപ്പോഴും ഉണ്ട്. അതിനിടയിൽ മണിക്കൂർ കണക്കിന് കരച്ചിൽ നടന്നിട്ടുണ്ട്. അത് മൂപ്പരറിയില്ല. അതിന് മൂപ്പര് ദോഷം കൊടുക്കാൻ വരെ കരഞ്ഞു. തിരിച്ചുണ്ടാവും. തിരിച്ച് ഭർത്താവും ആ ഭാര്യയുമായുള്ള കൂടിക്കലരെ എല്ലാ കാര്യം കഴിഞ്ഞു, ശുദ്ധീകരിച്ചു വന്നു. നിങ്ങൾ എന്തേ ഇപ്പൊ തന്നെ പോയി കുളിക്കുക? ശുദ്ധീകരിച്ചു വന്നു. പിന്നെ കിടന്നു. പിന്നെ അവൾ ഉറങ്ങി. ഇമെല്ലാം ഇവിടെ എണീറ്റു. ഒരു മുസല അവിടെ ഇട്ടു. പിന്നെ കരച്ചിൽ തുടങ്ങി. റബ്ബേ, ഞാൻ മോശപ്പെട്ടവനാണ്. മനസ്സിലുണ്ട് പറഞ്ഞത്. കരിഞ്ഞു. അത് മണിക്കൂർ കണക്കിന് കരഞ്ഞു. ചിലപ്പോൾ 1/2 മണിക്കൂർ കരഞ്ഞു, 10 മിനിറ്റ് കരഞ്ഞു, അത് മതി. 10 മിനിറ്റ് കഴിഞ്ഞ് കരഞ്ഞു, അത് മതി. 1/2 മണിക്കൂറാക്കിയോ, അത് മതി. അയിമന്നാം തുടങ്ങിക്കോ. അത് ആരോട് പറയും ചെയ്യരുത്. ഇത് രഹസ്യമാണ്. ആരല്ലാതെ അറിയരുത്. പെണ്ണുങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഉറങ്ങണ വരെ കാത്തുന്നത്. ഒന്ന് കണ്ണ് മാടിയാൽ പോലും നട്ടി ഉണരും. എന്ത് എന്നൊക്കെ കരയാണ്ട്. അപ്പൊ ആരായി? ആത്മാർത്ഥമായി ഒരാൾ എന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഇരിക്കുന്നുണ്ടാവും. എന്തേ ഈ അവസ്ഥ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? രാത്രിയില്ലേ? രാത്രി ഇപ്പോഴും ഇല്ലേ? രാത്രി ഇരുട്ടൻ മുത്തിക്കഴിഞ്ഞ അങ്ങനെ ടെറസിന് മുകളിൽ കയറി. ചിലപ്പോൾ അവളോട് പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഒന്ന് പിന്നെ അപ്പുറത്തേക്ക് മാറി നിന്ന് കയറില്ലോ കേട്ടോ. നിങ്ങൾ ഉറങ്ങിക്കോളി, ഇഞ്ചി ഉറങ്ങിക്കോ, ഞാൻ വേണമെങ്കിൽ വിളിക്കാം. അവൾ ഉറങ്ങി. നമ്മൾ ടെറസിൻ്റെ മേലെ കയറി. പിന്നെ അള്ളാഹനെ ഓർത്തു, കരഞ്ഞു. ആകാശത്തേക്ക് നോക്കി. നക്ഷത്രങ്ങൾ എത്രയാണ്? എത്ര തൂക്ക് വിളക്കുകളാണ് അവിടെ ഉള്ളത്. കൊടാന നക്ഷത്ര രാജ്യങ്ങളുടെ അധിപതിയല്ലേ അവൻ. എന്നെ സംരക്ഷിക്കുന്നവൻ. ഒറ്റ പറഞ്ഞു സ്വീകരിച്ചു. എന്തൊക്കെ പറയേണ്ടതുപോലെ പറഞ്ഞാൽ സ്വീകരിക്കും. നമ്മൾ ഒരാളും അല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അള്ളാഹിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒറ്റ പറഞ്ഞ് സ്വീകരിച്ച് എനിക്കറിയാം. എൻ്റെ വലുപ്പത്തിലല്ല, എൻ്റെ റബ്ബിൻ്റെ വലുപ്പത്തിലാണ്. 10-20 കൊല്ലം മുമ്പ് എനിക്ക് മൂത്രിച്ചാൽ വിഷമം തോന്നും. മൂത്രിച്ചാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂത്രിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തോന്നും മൂത്രം പിന്നെ ഒറ്റിയോ. അത് ഭയങ്കര പ്രശ്നമായി. പിന്നെ നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. മനസ്സിലായോ? അങ്ങനെ സൗകര്യം കിട്ടി. അപ്പോൾ ഞാൻ ഒരിക്കൽ കഅബയിൽ രാത്രി നട്ടപ്പാതിരക്ക് 2 മണിക്ക് കഅബാലയത്തിൻ്റെ കില്ല പിടിച്ചിട്ട് അങ്ങോട്ട് കരഞ്ഞു. ഇനി എനിക്കത് വേണ്ട പറ്റുന്നു, എനിക്ക് നടക്കൂല. ആ സെക്കൻഡിൽ നിന്നും ഇന്ന് വരണ്ടായിട്ടില്ല. 20 കൊല്ലം കഴിഞ്ഞു. അല്ലാതെ വലുപ്പത്തിരത്തിൽ ഇത് നമ്മുടെ വലുപ്പത്തിര. നമ്മൾ വിചാരിക്കും നമ്മുടെ വലുപ്പത്തിര. നമ്മുടെ വലുപ്പത്തിരല്ല, ആര് വലുപ്പത്തിരാണ്. അതിനായിട്ട് നടന്നു വന്നു. നട്ടപ്പാതിരക്ക് അള്ളാഹിനോട് പറയാനായി. എന്നോട് കരഞ്ഞു. കാരണം ഇനി നിസ്കരിക്കാൻ കഴിയില്ല. നിസ്കരിക്കാൻ നിന്നാൽ ഡൗട്ട് വരും. എന്ത് മൂത്രവെച്ചോ? പിന്നെ നമ്മൾ 2-ാം വട്ടം പോയി കഴുകി ശുദ്ധീകരിച്ച് വസ്ത്രം മാറ്റണം. അപ്പോഴത്തേനും വീണ്ടും മൂത്രിക്കാൻ മുട്ടും. അപ്പോൾ വീണ്ടും പ്രശ്നം വരും. അപ്പം നിസ്കാരം എന്തിനാണ് നാശവും? ഏറ്റവും വലിയ അമലേതാ നിസ്കാരം. അത് മുടങ്ങിയാൽ പിന്നെ എന്താ ചെയ്യുക? ഒരു രാത്രി കഅബാലയത്തിൽ പോയപ്പോൾ തന്നെ എൻ്റെ രക്ഷതായിരുന്നു. ഇത് ലെവലാക്കണം. പിന്നെ പറഞ്ഞു, രാജാതിരാജനല്ലേ നമ്മൾ. ഫാസിക്കാണ് അവൻ. രാജാതിരാജനാണ്. ഏത് ഫാസിക്ക് പറഞ്ഞാലും ആര് കേൾക്കും? ഏത് ഫാസിക്ക് പറഞ്ഞാലും ആര് കേൾക്കും? അള്ളാഹു കേൾക്കും. നമ്മളല്ലാനായിട്ടല്ല, അവനാണ്. ഞാൻ തമ്മാടിയാണ്. എനിക്ക് ഓർത്തു തരണം, ഇതിൻ്റെ ഈ രോഗം നിർത്തി തരണം. ഒറ്റ കാഴ്ച അന്ന് നിന്നു, ഇന്ന് വരല്ല.
لك الحمد لك الحمد حمدا كثيرا طيبا مباركا جزيلا جميلا دائما بدوام ملك الله الحمد لله. എന്നവരില്ലേ മനസ്സിലായില്ലേ? ഒറ്റ കോടി ആളുകളും അവനെ ഓർത്തിരുന്നാലും അവരെ കൂടെ എല്ലാം അവനിരിക്കും. ഇങ്ങനത്തെ കൂട്ടുകാരെ കിട്ടിയിട്ട് ഒരിക്കൽ ഒരു രാത്രി ഒരു അരമണിക്കൂർ ചെലവാക്കിയോ? റമളാനല്ലേ, ഈ തറാവിയും കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങിയ പിന്നെന്താ അത്താഴത്തിന് എണീക്കുന്നല്ലാതെ ഒരു അരമണിക്കൂർ ആരും അറിയണ്ട, അതാരോട് പറയും വേണ്ട. പറഞ്ഞാൽ കഴിഞ്ഞു, തിരിഞ്ഞിട്ടില്ല പറയണ്ട, പറഞ്ഞാൽ കഴിഞ്ഞു. പറഞ്ഞാ അള്ള വിട്ടുപോയി. ഇപ്പൊ നിനക്ക് എന്തു വന്നു? എന്തു വന്നു? റിയ വന്നു. ലൗത്തരെ കാത്തി രക്ഷിക്കട്ടെ. ആരും അറിയില്ല. പെണ്ണുങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഓൾ ഉറങ്ങുന്നവരെ കാത്തിരുന്നത്. കരഞ്ഞു. എന്ത്? എന്നെ നന്നാക്കണം, എൻ്റെ കുട്ടികളെ നന്നാക്കണം, എൻ്റെ ഭാര്യ നന്നാക്കണം. പഠിച്ചോനെ മനസ്സിലെന്ന് അറിഞ്ഞാൽ മതി. മനുഷ്യനുള്ള പറയും ഈ മനുഷ്യൻ്റെ കരച്ചിലുകൊണ്ടാണ് കേട്ടോ നിനക്ക് ഞാൻ സ്വർഗം തരുന്നത്. അത് മതിയല്ലോ. അതിന് നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. നമ്മൾ ഭാര്യയ്ക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? പറയും ആണോ അല്ലേ? കാരണം അവർ നമുക്ക് ചെയ്ത സേവനത്തറിയാം. ആണോ അല്ലേ? പറയും കുട്ടികളെ, നമ്മളെ ഭാര്യയ്ക്ക് സ്വർഗം വാങ്ങി കൊടുക്കാൻ കഴിയുമെങ്കിൽ എങ്ങനെ വാങ്ങിക്കൊടുക്കാം? പിടിച്ചു വാങ്ങിക്കൊടുക്കല്ല, കരിയ പഠിച്ചോനെ എൻ്റെ പെണ്ണുങ്ങൾക്ക് എനിക്ക് സ്വർഗം തരണം, എൻ്റെ കുട്ടിയൊക്കെ തരണം. കാരണം പിന്നെ മക്കൾ പാവങ്ങളാണ് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണോ? അല്ലേ? പറയടോ, ബാധ്യസ്ഥരല്ലേ? ആണ്. കരിഞ്ഞു. ഓളറിയണ്ട. ഞാൻ ഇന്നലെ രാത്രി നിനക്ക് വേണ്ടി തുറന്നിട്ടാ അവരുടെ ആവശ്യമില്ല. അതോളം അവിടുന്ന് അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവളെ കൽബിൽ അള്ള ഇട്ട് കൊടുക്കു നല്ലോനാണെങ്കിൽ എൻ്റെ കാക്ക എനിക്ക് വേണ്ടി വരക്കുന്നുണ്ട് എന്ന് മലക്ക് പറഞ്ഞു കൊടുക്കോളാം കൽബിലേക്ക്. അങ്ങനെ അറിഞ്ഞാൽ മതി. അപ്പോഴൊക്കെ തലവേദന ഉണ്ടാക്കിയ നിങ്ങളോട് പറയും നിങ്ങളിത് ബിസ്മില്ലൊന്ന് ഊതി തരി, നിങ്ങളിത് ബിസ്മില്ലൊന്ന് ഊതി തരി. പണ്ട് ഓളപ്പം തന്നെ നമ്മൾ സിനിമക്ക് ആളുമാണ്. ഇപ്പോളം മനസ്സ് മാറി. ഇപ്പോൾ എന്ത് മനസ്സിലായില്ല. ഇവളെ കൂടെ തന്നെ നമ്മള് കോഴിക്കോട് തിയേറ്ററിൽ പോയി സിനിമ ആൾ തന്നെയാണ്. പക്ഷെ അതേ പെമ്പറന്നോളാണ് ഇപ്പോ തലവേദന ഉണ്ടാക്കിയപ്പോ എന്ത് പറയണേ? എവിടേക്കും നൂലൂതാൻ പോണ്ട, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ തീരുന്ന ബിസ്മില്ല ഊതി തരി, എന്റെ ദീനം മാറും. എന്റെ ഇപ്പോൾ അവൾക്ക് നിന്നെ പറയേ വിശ്വാസാണ്. ഒന്നോള് കണ്ടിട്ടല്ല, ആരറിയിച്ചു കൊടുത്തു? അല്ലോ. മനസ്സിലായില്ലേ? സത്യം സത്യം സത്യം. നൂറുകണക്കിന് ഹദീസുണ്ട് ഈ വിഷയത്തിൽ. ഞങ്ങളോട് പറയാതിരിക്കുക. ഇത്ര ഈ വിഷയത്തിലൊക്കെ ഹദീസുള്ളത് അറിയാം. ഒരു പാറക്കല്ലിന്റെ അടി പോയി ഒരു അമൽ ചെയ്യാലും ഏതെങ്കിലും ഒരു ദിവസം അറിയേണ്ടവർക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കും. നിങ്ങൾ പാറക്കല്ലിന്റെ അടിയിൽ പോയിട്ട് ഒരു അമൽ ചെയ്തിരുന്നു, അത് ലോകത്ത് അറിയേണ്ട കാര്യമാണെങ്കിൽ ആരറിയിച്ചു കൊടുക്കും? പറയേ അള്ളാഹ് അറിയിച്ചു. നിങ്ങൾ പാറക്കല്ലിന്റെ അടിയിൽ അമൽ ചെയ്യാൻ അവസാനിക്ക് സെൽഫി എടുത്തിട്ട് വാട്സപ്പിൽ വിടണ്ട. നമ്മളിപ്പോൾ ഏതെങ്കിലും ദിക്രി അല്ലാണ്ട് പാറക്കല്ലിൻ്റെ അടിയിൽ നിന്ന് ദിക്രി അല്ലാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം എന്ത് ചെയ്യും? ദിക്രി തീരുന്ന മുമ്പ് എന്ത് ചെയ്യും? സെൽഫി എടുത്ത്. പാറക്കല്ലിൻ്റെ അടിയിൽ അദ്ദേഹം ദിക്രി അല്ലപ്പോൾ ഒന്നും വേണ്ട. പാറക്കല്ലിനുള്ളിൽ പോയി അമൽ ചെയ്തു. ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിലേക്ക് ഒരാൾക്ക് എത്തി നോക്കാൻ പറ്റിയ വെടിപ്പൊഴുത് പോലുമില്ല. ഇല്ല അബുദാഹല്ലാഹുമിനല്ലയ്യാം. ഒരു ദിവസം അള്ളാഹു തരത് വിളിച്ചിട്ടുണ്ട്. ഈ മരിച്ചിൻ്റെ പിറ്റേന്ന് ജനങ്ങൾ അറിയും ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ആരും അറിയില്ല. മരിച്ചിട്ട് പറഞ്ഞു മൂപ്പരവിടെ എന്താ പറയുക മറ്റേ താമരശ്ശേരി ആ വളവിൻ്റെ എല്ലാം ഇറങ്ങിക്കൊണ്ട് ആ പറണ്ടല്ലോ, ആ പാറയിലുണ്ടാവും എത്ര എല്ലാ തിങ്കളാഴ്ച. ഇത് ജീവിതകാലത്ത് ആരും അറിയില്ല. അറിഞ്ഞാതിരിയായി മരിച്ചിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ അവിടെ ഒരു തള്ളണ്ട്. ആ തള്ളയും പറഞ്ഞു എന്ത് അത് ശരിയാണ്. ഞാൻ ആ മനുഷ്യനവിടെ കണ്ടിട്ടുണ്ട് പലവട്ടം. നട്ടപ്പാതിരക്ക് ഞങ്ങൾ മൂത്തിരി കാണിക്കുമ്പോൾ ആ പാറിനടി കൂത്തിരി കാണും. ആരും അറിയില്ല. പിന്നെ ആ നാട്ടുകാർക്ക് മുഴുവൻ തന്നെ ഇഷ്ടമാണ്. നിൻ്റെ ആണ്ട് വരുമ്പോൾ എല്ലാവരും യാസീൻ ഓതി. കാരണം പ്രശ്നം ആ മനുഷ്യനെ അക്കൗണ്ട് ഞങ്ങൾ നന്നാക്കിക്കൊണ്ടെന്ന് പറയും. ഒരു കാലത്ത് ഓരൊക്കെ ചെറിയ നാടനായി മനസ്സിലാക്കി. ഇപ്പോൾ ഒരു മനസ്സിലാക്കുന്നത് ഇത് വലിയ മഹാനാണെന്നാണ്. എന്ത് ഈ മരിക്കണവരെ അള്ളാഹു തല ബാധിച്ചു നിനക്ക് ഇരിയാതിരിക്കാൻ വേണ്ടി. ഈ മരിച്ചപ്പോൾ നാട്ടുകാരൊക്കെ അള്ളാഹു തല അറിയിച്ചു കൊടുത്തു. അറിയേണ്ടത് നമ്മൾ സെൽഫി എടുക്കേണ്ട ആവശ്യമില്ല. ആരറിയിച്ചു കൊടുക്കും? അള്ളാഹു അറിയിച്ചു. മുത്ത് നബി പറഞ്ഞിട്ടുണ്ട്, മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്തിനാ പഠിക്കണം? ചങ്ങാതിയാക്കണം. ആരെ?
അല്ലാ, അങ്ങനെ എത്ര എത്ര എത്ര. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് ഒരു സമയം നീ ഒഴിച്ചു കാണണം. ആ സമയത്ത് നീ ഒഴിഞ്ഞിരിക്കണം. നിന്റെ മൗലയായ ഉടമക്കാരന് വേണ്ടി നീ ആനന്ദിക്കണം. റബ്ബിന്റെ കൂടെ കുടുങ്ങിയിട്ട് അമലിയല്ല, രസം എടുക്കണം. മനസ്സിലല്ലേ? നീ രസമെടുക്കണം. മാഹു, ആരോട് കൂടെ? അള്ളാഹിനോട് വേണ്ടി രസം എടുക്കുക, ജീവിക്കുക, അള്ളാഹിനെ ഓർക്കുക. അപ്പൊ അള്ളാഹ് നിന്റെ അടുത്ത് നിനക്ക് ഓരോ സെക്കൻഡിലും നിനക്ക് വളർച്ച ഉണ്ടാവും. ആരോടും പറയും വേണ്ട, അതൊരു ആനന്ദമാണ്. പിന്നെ എന്ത് രാത്രിയാകാൻ ആഗ്രഹിക്കും? എന്തിന് വർത്താനം പറയണം? ആരോട്? അള്ളാഹിനോട്. ഇതാ പുണ്യ റസൂൽ ആദ്യം ചെയ്ത് ഇറാഖിൽ ഒറ്റയ്ക്കിരുന്നു. അന്ന് ജിബ്രീൽ വരുന്ന അറിയോ? അന്ന് ജിബ്രീൽ വരുമെന്ന് അറിയെങ്കിൽ ഇടക്കിടക്ക് പുറത്ത് പോകൂലേ? ഒക്കൂലേ? മനസ്സിലായില്ല. എന്താ കുട്ടികളെ, അള്ളാഹ് റസൂൽ ആദ്യത്തെ പണി എന്താ? ഒറ്റയ്ക്കിരുന്നു പോയിട്ട് ഇറാഖിൽ. ആരോട് കൂടെ? റബ്ബിനോട് കൂടെ പറയാൻ മനുഷ്യ, ആരോട് കൂടെ ഇരുന്നു? അന്ന് ജിബ്രീൽ വരുന്ന അറിയോ? 6 മാസം കഴിഞ്ഞാൽ ജിബ്രീൽ വരുമെന്ന് അന്ന് അറിയോ? അത് മാസം കഴിഞ്ഞിട്ട് ജിബ്രീൽ വരുന്ന അറിയാമെങ്കിൽ ഖദീജബീനോട് പറയുമല്ലോ, ഇത് പ്രശ്നമാക്കണ്ട കേട്ടോ, എത്ര മാസമേ ഉള്ളൂ. മനസ്സിലായില്ല? 6 മാസം കഴിഞ്ഞിട്ട് ജിബ്രീൽ വരുമെന്ന് നബി അറിഞ്ഞിരുന്നെങ്കിൽ ആരോട് പറയും? ഖദീജബീനോട്. പിന്നെ ഖദീജ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ബാധ്യത അടിച്ച് കിടന്നോളി. ഇത് എത്ര മാസമേ ഉള്ളൂ? 6 മാസം. 6 മാസം ആകുമ്പോൾ ഖദീജ ബീവി എന്ത് ചോദിക്കും? അല്ല വന്നില്ലേ, നാളെ വരാൻ സാധ്യതയുണ്ട്, ഞാൻ നോക്കട്ടെ, ചിലപ്പോൾ ഒരു ആഴ്ചനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്, വിചാരണ്ട, അത് കഴിഞ്ഞാൽ ഞാൻ വരും, നബി ചെയ്യാണ്ട്. അങ്ങനെയാണ് റസൂൽ പോയത്? അല്ല, റസൂൽ ആനന്ദിക്കാൻ പോയതാ. ആരുടെ കൂടെ? അല്ലാഹ്. 6 മാസം ആനന്ദിച്ചപ്പോൾ അല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ പറഞ്ഞയച്ചു, നബിത്വത്തെ വെളിവാക്കി. നിന്നെ നബിയാക്കൂല, നബിഞ്ഞുണ്ടാവില്ല, പക്ഷെ അള്ളാഹ് ഏറ്റെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അറിയിച്ചു തരും. പിന്നെ ഇജ്ജ് തുളുമ്പൂല, നീ നാളെ അറിഞ്ഞാൽ ആർക്ക് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ വലിയങ്ങളുടെയും മേലെയാണ് എന്റെ കാലേൻ. ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി പറഞ്ഞപ്പോ അഹങ്കാരം ഉണ്ടായിരുന്നു. എന്റെ ശൈഖ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ 2 കാലും എല്ലാ ഔലിയാക്കളുടെയും പെരടിയിലാണ്. ഇത് അഹങ്കാര അല്ല, ഇത് പറഞ്ഞു കൊടുക്കാൻ ആര് പറഞ്ഞു? അവരെ ആരെ ഏറ്റെടുത്തു? അല്ലാഹു. അപ്പൊ നയിക്കൽ തുടങ്ങിയിട്ട് കാലം കുറേക്കണ്. അള്ളി ഒരു മാത്രമേ അറിയുള്ളൂ, പിന്നാണ് വെളിവാവും. നയിച്ചാൽ അള്ളാഹുവിനെ ഏറ്റെടുക്കും. ഔലിയ പാപ്പയാക്കലല്ലോ നമ്മൾ ആവശ്യം. എന്തായാലാണ് അത് ഏറ്റെടുക്കലാണ്. ഔലിയാകാൻ വേണ്ടി പണിയെടുക്കരുതാ. ഔലിയാകാൻ പണിയെടുത്താൽ മുഴുവനും ഫാസിക്കായത് പതിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്ത് എനിക്ക് വലിയായി കിട്ടാൻ ഒരാൾ പണിയെടുക്കരുത്. എന്തിനു പണിയെടുക്കണം? ഈ തമ്മാടിത്തരത്തുനിന്ന് എനിക്ക് രക്ഷപ്പെടണം, അള്ളാഹ് തന്നെ ഏറ്റെടുക്കണം, അത്ര മതി. ഓൻ വലിയാവും. വലിയാകാൻ പണിയെടുത്തവൻ ഫാസിക്കാവും, രക്ഷപ്പെടാൻ പണിയെടുത്തവൻ വലിയാവും. ഇത് മറക്കാതെ എഴുതിയേക്കണം ഈ പറഞ്ഞ വാക്ക്. വലിയാകാൻ പണിയെടുത്തവൻ ഫാസിക്കായി കുജിത്തം കെട്ടവനായി അത് പഠിക്കും. വലിയ പണിയെടുക്കണെന്തില്ല? എന്തിനാ പണിയെടുക്കേണ്ടത്? എന്റെ റബ്ബിനെ ഏറ്റെടുക്കണം. എനിക്ക് എന്റെ റബ്ബിന്റെ കോടതിയിൽ കാല് വറക്കാൻ നിൽക്കണം. ഹിസാബില്ലാതെ കിടക്കണം. തരട്ടെ. അതൊക്കെ എനിക്ക് അവർക്ക് കിട്ടണം. ഈമാൻ കിട്ടി മരിക്കണം. അത്രയല്ലേ ആവശ്യമുള്ളൂ. നമുക്ക് എത്ര ആവശ്യം? റഹ്മത്തുള്ളാഹി നാട്ടിലെ ഏറ്റവും വലിയ ഔലിയ പാപ്പ എന്നിട്ട് എനിക്കെന്താ കാര്യം? ആരും പറയണ്ട മരിച്ചപ്പോൾ ഈമാൻ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടില്ല. നാട്ടിലൊക്കെ മഹാനാന്ന് പറഞ്ഞു, ഈമാൻ കിട്ടാതെ മരിച്ചു. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. കുട്ടി, എന്താ നമ്മളെ ആവശ്യം? ആവശ്യം എന്താടൂ? നാട്ടുകാരൊക്കെ നമ്മളെ ഔലിയ പാപ്പ എന്ന് പറയലാണോ ആവശ്യം? അതിലെന്താ കാര്യമുള്ളത്? എന്താ ആവശ്യം? ഈമാൻ കിട്ടി മരിക്കണം. ഖബറിലൊരു മുങ്കറിനൊക്കെ തച്ചില്ല, ഒന്നും തല്ലിയില്ല, നല്ലൊരു ഹാബിതാണ്. അവിടെ നിന്ന് അൽഹംദുലില്ലാ. നാട്ടിൽ അറിഞ്ഞിട്ട് കാര്യമില്ല. മഹ്ശറിലെത്തിയപ്പോൾ എല്ലാവരും അറിഞ്ഞു നല്ല ആളായിരുന്നു. നിങ്ങളെപ്പറ്റി ഞാൻ അറിഞ്ഞു, എന്നെപ്പറ്റി നിങ്ങൾ അറിഞ്ഞു. അറിഞ്ഞിട്ടില്ല, അറിയൂല, ഇനി പണിയെടുക്കണം. ഇപ്പായിട്ടില്ല. കൗസറിൻ്റെ അടുത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി വിളിച്ചുകൂട്ടി പൊത്തിപ്പിടിച്ചിട്ട് കൗസർ വന്നു. അതല്ലേ കുട്ടി, അതല്ലേ ആവശ്യം? നാട്ടുകാരെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കൽ നമ്മളെ ആവശ്യമാണോ? മോനെ, അതാവശ്യമാണോ? എന്താവശ്യം?
ഔലിയാകാൻ വേണ്ടി പണിയെടുക്കരുത്. ഔലിയാകാൻ വേണ്ടി പണിയെടുത്തവർ പരാജയപ്പെട്ടത് എനിക്കറിയാം. നന്നാവില്ല. ഈ പണിയെടുക്കേണ്ടതിന് വേണ്ടിയാ എൻ്റെ റബ്ബ് ഈ തമ്മാടി കോലത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഅ്ലാ. തന്നെ അതാ മനസ്സ്. സ്വർഗത്തിനൊന്നും ഞാൻ അവകാശം മരിക്കണിന് അന്നും അതന്നെ ചൊല്ലി. സ്വർഗത്തിനൊന്നും ഞാൻ അവകാശമില്ല. സ്വർഗമൊക്കെ ഇപ്പോഴോ കിട്ടി കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വേറെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. എക്സ്ട്രാ അതിനുണ്ടല്ലേ നമ്മൾ മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങുമ്പോൾ പിന്നെ അങ്ങാടി കൊണ്ടൊരു എക്സ്ട്രാ ഫിറ്റിങ്. ഇപ്പം നമ്മളൊക്കെ പണിയെടുക്കുന്നത് എക്സ്ട്രാ ഫിറ്റിങ്ങിനാണ്. എന്ത് അങ്ങനെ ഒരാൾ പറയുന്നതും ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. സ്വർഗമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു വാക്കാണ്. ആ സംഭവം 2014 2014 ഒരാളൊരു സദസ്സിൽ പറയുന്നത് ഞാൻ കേട്ടു. സ്വർഗമൊക്കെ എന്നോ ആയിട്ടുണ്ടാവും. എൻ്റെ കാര്യത്തിൽ ഒരാൾ പറയാ, അയാളെ കാര്യത്തിൽ പറയാ, സ്വർഗമൊക്കെ എനിക്കെന്നോ ആയിട്ടുണ്ടാവും. സ്വർഗമൊക്കെ എന്നോ ആയിട്ടുണ്ടാവും. അയാൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളെ മനസ്സും അങ്ങനെ തന്നെയല്ലേ. നമ്മളൊക്കെ വിചാരിക്കണം എന്താ. പെങ്ങളോട് പെണ്ണുങ്ങൾ പറഞ്ഞു, കാക്ക എനിക്ക് സ്വർഗത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇതാക്കണം, എൻ്റെ സ്വർഗം എന്ന് ചോദിച്ചാലുണ്ട്, അതൊക്കെ ഞാൻ വാങ്ങിത്തരും. അപ്പം ഞാനാണ് എൻ്റെ സ്വർഗം ആയിക്കഴിഞ്ഞു. നീ പിന്നെ അത്യാവശ്യക്കാർക്കൊക്കെ സ്വർഗം വാങ്ങിക്കൊടുക്കാനും എൻ്റെ കാര്യം ചോദിച്ചാലുണ്ട്. അത് എനിക്ക് ഇത് പത്ത് ചെയ്താൽ തന്നെ എൻ്റെ കാല് കഴിഞ്ഞാൽ തന്നെ എനിക്ക് സ്വർഗം കിട്ടും. ഞാൻ സ്വർഗത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. എനിക്കൊന്നും സ്വർഗം തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാ പഠിച്ചും കൊടുക്കുക. മനസ്സിലായില്ലേ? വഞ്ചിതരാണ് നമ്മളൊക്കെ, വഞ്ചിതരാണ്. അപ്പൊ മനസ്സ് കൊണ്ട് എന്ത് പടച്ചോനെ സ്വർഗത്തിന് മാത്രം ഞാനില്ല, പക്ഷേ നരകം അനുഭവിക്കാൻ എനിക്ക് കരുത്തില്ലല്ലോ. ഈ പാപിയായി എനിക്ക് തൗബത്ത് സ്വീകരിക്കണം. ഇതാണ് ഏത് മഹാനും മരിക്കാൻ കാലം വരെ പറയാം. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു ഒരാൾക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, പൊട്ടി പൊട്ടി കരഞ്ഞ മനുഷ്യനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. പൊട്ടി 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 കരഞ്ഞ മനുഷ്യൻ. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കൽ എന്തായിരിക്കും അവസ്ഥ അറിയില്ല. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ചിരിച്ച് മരിച്ചു കിടന്നു. റബ്ബിനെ അനാഖ്ഷന്നാസ്, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹുവിനെ പേടി മുഹമ്മദ് മുസ്തഫാക്ക. എത്രയും വലിയ മാൻ, ഏറ്റവും വലിയ പേടിയാണ്. നമുക്ക് പേടിയില്ലാത്ത എന്തുകൊണ്ടാ? നമ്മൾ അല്ലാഹു സ്വീകരിക്കാത്തതുകൊണ്ട്. സ്വീകരിച്ച എന്താവും? പേടിയോ? പേടി തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കാണ്. അപ്പൊ അള്ളാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തിയിട്ട് ഒരു സമയം നീ അതിന് ബാക്കിയാക്കണം. എല്ലാ ദിവസവും അതിലാണെന്നോ. എന്താ ഈ കിതാബിന്റെ പേര്? ബിദായത്തുൽ ഹിദായ. ഹിദായത്ത് ഇവിടുന്നേ തുടങ്ങുള്ളൂ. അവിടേക്ക് എത്തിയ എന്ത് തുടങ്ങും? പറയും, ഇവിടേക്ക് എത്തിയ എന്ത് തുടങ്ങും? ഹിദായത്ത് തുടങ്ങും. നമുക്ക് ഇപ്പോഴും അവൾ തുടങ്ങിയിട്ടില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം നീ ഒരല്പസമയം നീക്കി വെക്കാൻ തീരുമാനിച്ചു. എല്ലാ നിസ്കാരത്തിൻ്റെ പുറമെ ഒറ്റക്ക് നട്ടപ്പാതിരിക്ക് ഇരുന്നിട്ട് അള്ളാഹിനോട് വർത്തമാനം പറയാം. കാര്യം അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്ന് ഞങ്ങൾ പറഞ്ഞത് ഒരു സമയമെങ്കിലും നിന്റെ കൂടെ ഒറ്റക്കിരിക്കാനാണ്. അത് ഇന്ന് മുതൽ ഞങ്ങൾക്ക് സാധ്യമാകണമേ റബ്ബേ. അസറിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതാൻ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു. ഇന്ന് മുതൽ ഇതിൽ ബിദായത്തുൽ ഹിദായ എന്നാണ് ബഹുമാനപ്പെട്ട ഈ കിതാബിൻ്റെ പേര് ഒസ്സാലിമാമിനെ വെച്ചത്. നിന്റെ ഹിദായത്ത് വിടുന്നാ തുടങ്ങുക. അള്ളാഹിൻ്റെ കൂടെ ഇരിക്കാൻ തയ്യാറായാൽ നീ തൗഫീഖ് തരണമേ റബ്ബേ. ഒരു നേരം, അത് കമണിക്കൂറോ അരമണിക്കൂറോ, ഒരു അരമണിക്കൂർ സമയം, ഒരു അരമണിക്കൂറെങ്കിലും അള്ളാഹിനെ പണ്ടിരിക്കുക. മുത്തനബിക്ക് ഒരു ഫാത്തിഹ ഒറ്റ ഇരുത്തം. പിന്നെ ദിക്ർ ചെല്ലുകയാണെങ്കിൽ ചെല്ലിക്കോ, ഇല്ലെങ്കിലോ ചെല്ലണ്ട. അള്ളാഹിനെ ഓർത്തോ, അള്ളാഹ് ഞാൻ നിനക്ക് വേണ്ടി ഇരിക്കുകയാണ്. ഞാൻ വേറെ എന്തെങ്കിലും ചെല്ലി എൻ്റെ സമയം നഷ്ടപ്പെടും, എൻ്റെ ശ്രദ്ധ പോകും. ഞാൻ നിന്നിലേക്ക് ചിന്തിക്കുകയാണ്. ആകാശങ്ങളെ നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്, രാവിനെ നോക്ക്, രാവിന്റെ സംവിധാനങ്ങളെ നോക്ക്, ഈ പ്രകൃതിയെ നോക്ക്, എന്തൊക്കെ നോക്ക്, എത്ര നോക്ക്. ഒരു മണൽത്തരി രൂപപ്പെടാൻ 15,000 കൊല്ലം എടുക്കുമെന്നാണ് ഭൗതിക പ്രകൃതി ശാസ്ത്രത്തിന്റെ കണക്ക്. ഒരു മണൽത്തരി രൂപപ്പെടാൻ ചുരുങ്ങിയത് 15,000 വർഷം എടുക്കുമെന്നാണ്. ഒരു മണൽത്തരി ഉണ്ടാകാൻ 15,000 കൊല്ലം എടുക്കുന്നതാണ് പ്രകൃതി ശാസ്ത്രം. എങ്കിൽ കോടാനക്കോടി മണൽത്തരികൾ സംവിധാനിച്ച റബ്ബിന്റെ കഴിവെത്രയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താണ് അല്ലാഹുവിന്റെ കഴിവ്?
കണ്ണ് മുക്കിന് മൂക്ക് എന്താ എന്തിക്ക് കുഞ്ഞ് നമ്മളിൻ്റെ മോളിന്ന് കഴിഞ്ഞ 40-45 ദിവസം മുമ്പ് പ്രസവിച്ചു, 50 ദിവസം മുമ്പ് പ്രസവിച്ചു. ഇതിനിടയിലുള്ള കുട്ടിയെ കാണാനൊരു കണ്ണ് തുറക്കാത്ത കുട്ടി ഇന്ന് രാവിലെ ആളുകൾ അവരൊക്കെ എനിക്ക് കുട്ടീനെ കാണിച്ചു, കണ്ണൊക്കെ തുറന്നു. അപ്പം എൻ്റെ സൗന്ദര്യം എത്രയാ! അവരെ കണ്ണ് കൊടുത്തതാരാ? ചുണ്ടും ചിരിയും കൊടുത്തതാരാ? കാല് കൊടുത്തതാരാ? അല്ലാ, ഇതൊക്കെ എനിക്ക് തന്നത് കണ്ണിന്റെ സ്ഥാനത്ത്, നാവിന്റെ സ്ഥാനത്ത്. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, നാവിന്റെ മുകൾ ലെയറിലാണ് രുചി അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. രുചി എന്ന നിഅമത്ത് എനിക്ക് നൽകിയവനെ, ഖിയാമത്ത് നാൾ വരെ തലയിൽ തലകുത്തി സുജൂദ് കിടന്നാലും രുചി എന്ന നിഅമത്തിന് ഒരു ശുക്ർ ചെയ്യാൻ കഴിയൂല. രുചി നാവിലടങ്ങിയ രുചി അല്ലാഹ് അതെനിക്ക് നൽകിയവനെ അല്ലാഹ്, എല്ലാം എനിക്ക് നൽകിയവനെ അല്ലാഹ്. നിന്നെ ഓർത്ത് ഒരു അരമണിക്കൂറെങ്കിലും, ഒരു 3/4 മണിക്കൂറെങ്കിലും, 1 മണിക്കൂറെങ്കിലും ഇരിക്കാൻ നീ എനിക്ക് തൗഫീഖ് തരണമേ റബ്ബേ. ഇന്ന് മുതൽ തുടങ്ങാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. മനസ്സാർ ഞാമീൻ പറയും, ഞങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബേ. എന്നെ മാത്രം ഓർത്തിരിക്കുന്നവന്റെ കൂടെ ഞാൻ ഇരിക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനിരിക്കും. യഥാർത്ഥത്തിൽ ഒരാൾ എന്നെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ ജലീസാണ്. അതിന്റെ അർത്ഥം അവന്റെ കൂടെ ഞാനുണ്ടാവും, ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. അല്ലാഹ് ഭാഗ്യം ഞങ്ങൾക്ക് ഇന്ന് മുതൽ തരണമേ റബ്ബേ, ഇന്ന് മുതൽ ആ അവസ്ഥ തരണമേ റബ്ബേ. അല്ലാഹ് ആയത്തുൽ കുർസി ഏറ്റെടുത്തതുപോലെ എല്ലാവരും ഇത് ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ബിദായത്തുൽ ഹിദായയാണ്. ഇത് പറയുന്നത് ഇമാം ഗസാലിയാണ്. ഇതിന്റെ ഹബ പറയുകയല്ല. ഗസാലി ഇമാമിന്റെ ബിദായത്തുൽ ഹിദായ എന്ന കിതാബെന്നാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞത്. ആ കിതാബെന്നാണ് വായിച്ചത്. ഒരു സമയം വേണം, ആ സമയം റബ്ബുമായി നീ ഒറ്റക്കിരിക്കണം. ആരും ആ നേരത്തെ റബ്ബല്ലാതെ നിന്റെ കൂടെ ഉണ്ടാകരുത്. അതിന്നു മുതൽ തുടങ്ങിക്കോ. ഇത് നിനക്കൊരു ആനന്ദമായി മാറട്ടെ. അന്ന് നിനക്ക് ഹിദായത്ത് മുളക്കും. അല്ലാഹുവേ തൗഫീഖ് തരണമേ റബ്ബേ. ഹിദായത്ത് വേണ്ടേ, നന്നാവണ്ടേ? ഹിദായത്ത് ഉണ്ടായാലല്ലേ നന്നാവുള്ളൂ. എവിടുന്നാ മൂല്യരെ കിട്ടുക? ഇതന്നെ മൂല്യര് ഇരുന്നാ മൂല്യർ കിട്ടും, ഇരുന്നാ നിനക്ക് കിട്ടും. ആരോട് പറയും വേണ്ട, നീ തൗഫീഖ് തരണമേ റബ്ബേ. അതിനാണ് അല്ലാഹു തആല ഒരു രാത്രി അല്ലാഹു രാത്രി എത്തുന്ന ആരും കാണൂല, ഒറ്റക്കിരുന്നോ ആരും കാണൂല. നീ ഇന്ന് മുതൽ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. ഇന്ന് മുതൽ ഞങ്ങൾ ഹിദായത്ത് ആരംഭിക്കണമേ റബ്ബേ. മനസ്സറിഞ്ഞ അമ്മീമ്പ്ര, നിന്നെ ഓർത്തോർത്ത് കരയുന്നവരിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. നിന്നെ ഓർത്തോർത്ത് നീ ചെയ്ത അനുഗ്രഹങ്ങളും ഞങ്ങൾ ചെയ്ത തെറ്റുകളും അതോർക്കുക. അതെന്നെ ഓർക്കണ്ടത്, അതെന്നെ ഒരു കൊല്ലോർത്താൻ തീരൂല. അതോർക്കുക. ഇന്ന് മുതൽ എന്നെ ഓർക്കേണ്ടത്, ഞാൻ ചെയ്തു പോയ ഭാര്യ പോലും അറിയാൻ പാടില്ല, ഭർത്താവ് പോലും അറിയാൻ പാടില്ല, മക്കൾ അറിയാൻ പാടില്ല, നാട്ടുകാരറിയാൻ പാടില്ല. ഞാനും ചെയ്തു കൂട്ടിയ തെറ്റുകള് അതങ്ങോട്ട് ഓർത്തളാ. നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നിട്ട് കരയന്നെ. رجل ذكر الله خاليا ففاضت عيناه. ഇന്ന് മുതൽ കരയ, നീ ഭാഗ്യം തരണമേ റബ്ബേ. എന്നിട്ട് റബ്ബേ നിന്റെ കൂട്ടുകാരനാകാൻ ഇന്ന് മുതൽ നീ എനിക്ക് തൗഫീഖ് തരണമേ റബ്ബേ. അങ്ങനെ മരിക്കണം. ചിലപ്പോൾ യുദ്ധത്തിൽ മരിച്ചാൽ എന്ത്? അല്ലാഹുവേ തൗഫീഖ് തരണമേ റബ്ബേ. റബ്ബന അതാണെന്ന് ചോദിക്കണമെന്ന് വേറൊന്നും ചോദിക്കണില്ല. റബ്ബന ആ ഭാഗ്യം തരണമേ റബ്ബേ. എല്ലാ നിഅമത്തും നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇന്ന് മുതൽ ഞങ്ങൾക്ക് തരണമേ റബ്ബേ. റബ്ബന തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. എല്ലാവരും ഒരു സമയം ഇരിക്കന്നെ വേണം. 10 ആയത്തുൽ കുർസി പോരാ. ആയത്തുൽ കുർസി കനുണ്ടാകണം. അതിൻ്റെ ഉള്ളിൽ കന അങ്ങനെ കയറ്റി വിടണം. എപ്പോഴാ കനുണ്ടാവുക? ഈ ഇരുത്തുണ്ടായ അതിനൊക്കെ കനുണ്ടാവും, പിന്നെ ഒക്കെ കനുണ്ടാവും, പിന്നെ ഒരു സുബഹാനല്ലാഹ് അതിന് കനുണ്ടാവും. തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങൾ ഉപ്പാക്കും മാക്കും പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ മരിച്ച മുൻഗാമികൾക്കൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾക്കും പുറത്തു തരണമേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين.